അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. മുസ്ലിങ്ങൾക്കെതിരെ വിദ്വേഷം പ്രചരിപ്പിക്കുന്നതിന്റെ ഭാഗമായി നടത്തപ്പെടുന്ന ജബ്ബാർ മാഷിന്റെ ഖുർആൻ ക്ലാസ്, അത് അറബി അറിയാത്തതിന്റെ പേരിലും മുസ്ലിം വിദ്വേഷം ഉള്ളിൽ തിളച്ചു മറയുന്നത് കൊണ്ടും അദ്ദേഹം അപകടകരമായ ദുർവ്യാഖ്യാനങ്ങൾ വിശുദ്ധ ഖുർആനിൽ നടത്തുകയും എന്നിട്ട് മുസ്ലിമീങ്ങൾക്കെതിരെ മറ്റു വിഭാഗങ്ങളെ ഇളക്കി വിടുവാനുള്ള ശ്രമം നടത്തുകയും ചെയ്യുന്നു എന്ന് പറയാതിരിക്കാൻ വയ്യ. സംവാദത്തിൽ ഇക്കാര്യം അയ്യൂബ് മൗലവി ഉണർത്തുകയും ചെയ്തു. അതിന് തെളിവായി അദ്ദേഹം പറഞ്ഞൊരു കാര്യം, വിശുദ്ധ ഖുർആനിൽ യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുൽ ഖിസാസു ഫിൽ ഖത്ല അൽ ഹുർറു ബിൽ ഹുർരി എന്ന് തുടങ്ങുന്ന ഒരായത്തുണ്ട്. ഖുർആനിലെ അൽ-ബഖറ എന്ന അധ്യായത്തിൽ മറ്റൊരു വിചിത്രമായ നിയമം പറയുന്നുണ്ട്. എന്താണെന്നറിയോ? കൊലപാതകത്തിന് പ്രതിക്രിയ ചെയ്യാൻ നിങ്ങൾക്ക് നിയമമാക്കിയിരിക്കുമോ? അടിമക്ക് അടിമ, സ്ത്രീക്ക് സ്ത്രീ, സ്വതന്ത്രൻ എന്ന നിലയ്ക്ക് ഖുർആനിൽ പറയുന്ന ഒരു വാചകം. അതിന്റെ വിശദാംശങ്ങൾ തഫ്സീറുകളൊക്കെ എടുത്ത് മറിച്ചു നോക്കിയപ്പോൾ ഞാൻ അന്തം വിട്ടുപോയി. ദൈവം ഇറക്കിയതാണെന്ന് പറയുന്ന നിയമത്തിലാണ് പറയുന്നത്, ഒരു കൊലപാതകം നടന്നു കഴിഞ്ഞാൽ കൊല ചെയ്യപ്പെട്ട ആള് ആരാണ് എന്ന് നോക്കിയിട്ട് ആ ആൾക്ക് തുല്യമായ മൂല്യമുള്ള മറ്റൊരാളെ കൊലയാളിയുടെ ഗോത്രത്തിൽ നിന്ന് പിടിച്ചുകൊണ്ടുവന്ന് പകരം കൊല്ലണം എന്നാണ് ഖുർആനിൽ എഴുതിയിട്ടുള്ളത്. അങ്ങനെയാണ് അതിന് വ്യാഖ്യാനം തഫ്സീറുകളെല്ലാം കൊടുത്തിട്ടുള്ളത്. ഈ അള്ളാഹുവിന്റെ നിയമം പറയുന്നത്, കൊല്ലപ്പെട്ടവന്റെ ഗോത്രക്കാര് കൊന്നവന്റെ ഗോത്രത്തിൽ പോയിട്ട് കൊല്ലപ്പെട്ടത് ഒരു അടിമയാണെങ്കിൽ പകരം ആ ഗോത്രത്തിലെ ഒരു അടിമയെ പിടിച്ചു കൊല്ലണം. കൊല്ലപ്പെട്ടത് ഒരു സ്ത്രീയാണെങ്കിൽ പകരം ആ കൊന്നവന്റെ ഗോത്രത്തിലെ തുല്യമൂല്യമുള്ള ഒരു സ്ത്രീയെ പകരം കൊല്ലണം. കൊല്ലപ്പെട്ടത് സ്വതന്ത്രനായ പുരുഷനാണെങ്കിൽ കൊന്നവന്റെ ഗോത്രത്തിലെ ഒരു സ്വതന്ത്ര പുരുഷനെ പകരം കൊല്ലണം എന്നാണ് എഴുതിയിട്ടുള്ളത്. ഒരാൾ തെറ്റ് ചെയ്താൽ, ഒരാൾ കൊലപാതകം ചെയ്താൽ, ആ കൊലപാതകം ചെയ്ത വ്യക്തി ആരാണോ, അല്ലെങ്കിൽ ആ കൊലപാതകത്തിന് സഹായിച്ച കൂട്ടുനിന്ന് ആസൂത്രണം ചെയ്ത ആളുകൾ, കാരണക്കാരായ ആളുകൾ ആരാണോ, അവർക്ക് തക്കതായ ശിക്ഷ നൽകുക എന്നതാണ് പരിഷ്കൃത ലോകത്ത് ഇന്ന് നിലനിൽക്കുന്ന നിയമം. അതല്ലാതെ എന്റെ വീട്ടിൽ വന്ന് എന്റെ ഭാര്യനെ ഒരുത്തർ കൊന്നാൽ ഞാൻ അവന്റെ വീട്ടിൽ പോയിട്ട് അവന്റെ ഭാര്യനെ പിടിച്ച് കൊല്ലണം എന്ന് പറയുന്ന നിയമം ലോകത്ത് സാമാന്യ ബുദ്ധിയുള്ളവരാരും മനുഷ്യത്വമുള്ളവരാരും അംഗീകരിക്കില്ല. എന്നാൽ ദൈവം ആകാശത്ത് നിന്ന് ഇറക്കി എന്ന് പറയുന്ന നിയമ ഗ്രന്ഥത്തിലാണ് എഴുതി വെച്ചിട്ടുള്ളത്. ഈ ആയത്തിൽ പറയുന്നത്, നിങ്ങൾക്ക് കൊലപാതകത്തിൽ പ്രതിക്രിയ നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ, ഒരാൾ മറ്റൊരാളെ കൊല്ലുകയാണെങ്കിൽ അവിടെ കൊല്ലപ്പെട്ട ആൾക്ക് അവരുടെ ബന്ധുക്കൾക്ക് ഈ കൊന്നയാളെ പ്രതിക്രിയ എടുക്കാനുള്ള ഒരു അവകാശമുണ്ട്. അൽ ഹുർറു ബിൽ ഹുർരി എന്ന് പറഞ്ഞാൽ, ഒരു ഘാതകനായ ഹുർ, സ്വതന്ത്രൻ, അദ്ദേഹം ഒരു ആളെ കൊന്നാൽ ബിൽ ഹുർരിൽ മഖ്തൂൽ, അതായത് കൊല്ലപ്പെട്ട ഹുറിന് പകരമായി ഘാതകനായ അതേ ഹുറിനെ തന്നെയാണ് കൊല്ലേണ്ടത്. ഇതാണ് അതിൽ പറയുന്നത്. ഈ കാര്യം തഫ്സീർ ത്വബരിയിൽ വളരെ വ്യക്തമായി കൃത്യമായി വിശദീകരിക്കുന്നുണ്ട്. ഐ ഇന്നൽ ഹുർറ ഇദാ ഖതലൽ ഹുർറ, ഒരു സ്വതന്ത്രനെ കൊന്നാൽ ഫദമുൽ ഖാതിലി കുഫുഉൻ ലിദമിൽ ഖതീൽ, ആ ഘാതകന്റെ രക്തം ആ കൊല്ലപ്പെട്ടയാളെ രക്തത്തിന് പകരമാണ്. വൽ ഖിസാസു മിൻഹു, അദ്ദേഹത്തെയാണ് പ്രതിക്രിയ ചെയ്യേണ്ടത്. ദൂന ഗൈരിഹി മിനൻ നാസ്, മറ്റുള്ള ആരെയുമല്ല. ഫലാ തുജാബിസു ബിൽ ഖത്ലി ഇലാ ഗൈരിഹി, അപ്പോൾ ഈ ഘാതകനായ ആളെ കൊല്ലുക എന്നത് വിട്ടുകൊണ്ട് മറ്റൊരാളെ കൊല്ലുക എന്നതിലേക്ക് നിങ്ങൾ ഒരിക്കലും പരിധി വിടാൻ പാടില്ല എന്ന് പറയുന്ന ആയത്തെടുത്തുകൊണ്ട് ജബ്ബാർ പറയുകയാണ്, ഈ ആയത്തിൽ പറയുന്നത്, ഏതെങ്കിലും ഒരു സ്വതന്ത്രൻ കൊല്ലപ്പെട്ടാൽ ആ കൊന്നയാളുടെ കുടുംബത്തിൽ നിന്നുള്ള മറ്റു ഏതെങ്കിലും ഒരു സ്വതന്ത്രനെ കൊന്നാൽ മതി, ആ കൊന്നയാളെ തന്നെ കൊല്ലണമെന്നില്ല എന്നാണ് ഖുർആൻ പറയുന്നത്. നേരെ ഉൾട്ടയായ അർത്ഥം, നേരെ വിരുദ്ധമായ അർത്ഥം. ഘാതകനെ മാത്രമേ കൊല്ലാവൂ, അല്ലാതെ മറ്റൊരാളെയും കൊല്ലരുത് എന്ന ആയത്തെടുത്തുകൊണ്ട് ഇദ്ദേഹം പറയുന്നു, ഘാതകനെ കൊല്ലേണ്ടതില്ല, മറിച്ച് കൊല്ലപ്പെട്ട ഗോത്രത്തിൽ നിന്ന് ആരെങ്കിലും കൊന്നാൽ മതി എന്ന്. അത് സംഭവിച്ചു പോയത് അൽ ഹുർറു ബിൽ ഹുർരി എന്നതിന് പകരം ഹുർറുൻ ബിഹുർരിൻ, ഒരു സ്വതന്ത്രൻ കൊല്ലപ്പെട്ടാൽ ഒരു സ്വതന്ത്രൻ കൊല്ലപ്പെടണം ബിഹുർരിൻ, ഏതെങ്കിലും ഒരു സ്വതന്ത്രന് പകരമായിട്ട് എന്ന് അല്ലില്ലാതെയാണെങ്കിൽ നമുക്ക് അക്കാര്യം പറയാമായിരുന്നു.
അങ്ങനെ ഒരു സാധ്യതയെങ്കിലും ഉണ്ടായിരുന്നു. പക്ഷേ ഇയാൾക്ക് അറബി അറിയില്ലല്ലോ. പക്ഷെ അറബി അറിയാത്തത് കൊണ്ട് വന്ന അബദ്ധമാണ് അതെന്ന് പറയാൻ പ്രയാസമുണ്ട്. കാരണം ഇദ്ദേഹം ഖുർആന്റെ പരിഭാഷകൾ വായിക്കുന്നുണ്ട്. ഖുർആന്റെ പരിഭാഷകൾ വായിച്ച് ഇങ്ങനെ നിരപരാധി കൊല്ലപ്പെടരുത് എന്നാണ് അതിന്റെ അർത്ഥമെന്ന് ബോധ്യമായതിനു ശേഷം പരിഭാഷയിൽ പോയി തിരിമറി നടത്തിക്കൊണ്ട് ഇദ്ദേഹം മുസ്ലിങ്ങൾക്കെതിരെ വിദ്വേഷം പ്രകടിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഒരർത്ഥം സ്വയംകൃതമായി കൃഷി ചെയ്തുണ്ടാക്കിയെടുക്കുന്നത്. എന്തിനാ മാഷെ ഈ മലപ്പുറത്ത് ഈ മുസ്ലിങ്ങൾക്കെതിരെ ഇങ്ങനെയുള്ള വിദ്വേഷ പ്രചരണം നടത്തുന്നതെന്ന് ചോദിക്കുവാൻ താല്പര്യമുണ്ട്.